മോളെ, മിനിമോളെ, എഴുന്നേക്ക് മോളെ. എപ്പോഴാ പഠിക്കാനുള്ളത്? എന്നിട്ട് കിടക്കുന്ന കിടപ്പല്ലേ? കുട്ടി പരീക്ഷ എടുത്തിരിക്കുക. അയ്യോ മമ്മി, രാത്രി കിടന്നപ്പോ ഞാൻ അടുത്തായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ അറിയില്ല മമ്മി? പെണ്ണിന്റെ ഒരു ചോദ്യങ്ങൾ. മോള് പോയി മൂത്രം വെച്ചിട്ടോ. ഇന്ദു, കാപ്പി. അയ്യോ, മോള് ബാത്റൂമിൽ പോയിരിക്കോ? അതുമില്ല, ഇവിടെ ഇരുന്ന് ഉറങ്ങാണോ? മിനി, ഇതാ. മൂത്രമൊഴിക്കാൻ കൊണ്ടാക്കിട്ടെ മോള് ബാത്റൂമിൽ ഇരുന്ന് ഉറങ്ങുന്നു. ആ, നിന്റെ അല്ലേ മോള്. ഉറങ്ങാൻ കിടന്നാ പിന്നെ ഇടി വെട്ടിയാ പോലും അറിയാത്ത പാർട്ടിയല്ലേ നീ. പിന്നെ എങ്ങനെ? ഓ, പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണം. രാത്രിയിൽ ഉറക്കാതിരിക്കുന്നതുകൊണ്ടാ ഞാൻ എഴുന്നേക്കാൻ വൈകുന്നത്. അതറിയാമോ? APPLE ആപ്പിൾ, BOY ബോയ്, CAT cat. ഡാഡി, എന്തൊരു തണുപ്പ്. ആര് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. തണുപ്പ് മാറും. ചെയ്തു. ആ, 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 2 3 നന്നായിരിക്കും. നിന്നെ പഠിക്കാൻ ഇരുത്തിട്ട് ഇവിടെ ഒന്ന് സർക്കസ് കാണിക്കാണോ? മാമോളെ വാ മിനിക്കുട്ടി. ഡാഡി പറഞ്ഞിട്ടാ. അവൾക്ക് തണുക്കുമെന്ന്. ഡാഡി ഇങ്ങനെയാണെങ്കിൽ മോള് കുറെ പഠിക്കും. വടി. എന്തോ നീ ഇതൊക്കെ കുറേശ്ശെ ചെയ്ത് പഠിക്കും. ഓ, ഇനിയിപ്പോ ഇതിന്റെ കുറവേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞല്ലോ. ശരീരം നന്നാണെങ്കിൽ മതി ശ്രീമതി. ക്ലാസ്സിൽ എടുത്ത് മോള് റെഡിയായില്ലേ? മോൾ എപ്പോഴേ റെഡി. മോളെ മിനിക്കുട്ടി, സ്കൂളിൽ പോണ്ടേ മോളെ? ഈ പെണ്ണിന് പഠിക്കണമെന്ന് ഒരു വിചാരമില്ല. ഡാഡി, ആ മോള് താഴത്തെ കുറയ്ക്ക്.
ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി സ്കൂട്ടറിൽ വെക്കേ. ഡാഡി എന്നാ ഡാഡി ഇലക്ട്രിസിറ്റി ബില്ല് നോട്ടത്. ഡാഡി ഓ നിന്റെ എല്ലാം മോനെ അങ്ങനെ നന്നാകാൻ. ആരും അത്ര മോശമൊന്നുമല്ലല്ലോ. മോള് കറിക്കും. ആ പിടിച്ചിരുന്നോണം. അമ്മ ടാറ്റാ. അതെ ടാറ്റാ. ടാറ്റാ. ചേട്ടാ Morning, sir. Good morning, sir. Good morning. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ താൻ പോയ സേവിങ്സ് അക്കൗണ്ടിന്റെ ഫയലിംഗ് എടുത്തുണ്ടോ? ഓ അവിടെ എന്തൊക്കെയുണ്ട് സുന്ദരേശ വീട്ടിലെ വിശേഷം? എന്ത് പറയാനാ സാറേ, കാലത്തെ അമ്മായിയമ്മയും മരുമോളും കൂടെ തുടങ്ങും മഹാഭാരത യുദ്ധം. കല്യാണം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഈ ബാങ്കിലെ മാനേജരാണെന്നൊരു ചെറിയ കള്ളം പറഞ്ഞ് വലിയ ഭാര്യയും കല്യാണം കഴിച്ചു. ഇനിയിപ്പോ പിയൂണാണെന്ന് അറിയുമ്പോ അവൾ എന്നെ ഡൈവേഴ്സ് ചെയ്യും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആഫീസറുടെ വേഷം അണിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ? ആ താൻ ഒരു കാര്യം ചെയ്യും. ഓ ആ ഷേണായോട് പോയി കൗണ്ടർ വർക്കാൻ പറ. ശരി. I was waiting for you under the jackpot. എന്താണ് ഇച്ചിരി മൈൻഡിലാണ്? കണി കണ്ടുണ്ടോ? അയ്യോ ഒന്നും ഉണ്ടായില്ല. എന്റെ പൊന്ന് സുന്ദരക്ക് നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ? പോകാവിടോ. ഇത് കണക്ക് ഈ വീഡിയോ മാറിയപ്പോടെ എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്ക് അവിടെ കെട്ടണമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? മാനേജരാണെന്ന് പറഞ്ഞിട്ട് കിടത്തി പൊറപ്പിക്കുന്നില്ല. ഇനി പ്യൂണാണെന്നും കൂടി അറിഞ്ഞാലേ അവളെന്നോട് ഗുഡ് നൈറ്റ് പറയും. എങ്ങനെയുണ്ടോ? ഉഗ്ര. പാപ്പോ എങ്ങോട്ട് കൂട്ടിയിട്ട് വേണോ? മാനേജരോട് കളിക്കുന്ന
സന്തോഷ് സൺഡേ സന്താനമല്ലേ? ഇന്ന് ഓഫീസിൽ ഒരുപാട് ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് വല്ലാത്ത ക്ഷീണം. ആ. അവൻ വന്നറിഞ്ഞ അവളുടെ കയ്യിങ്ങനെ അങ്ങനെ തുള്ളാൻ തുടങ്ങി. ആ പിന്നെ നിങ്ങൾക്ക് വെച്ചോണ്ട് തരാം. എടീ, ഞാൻ നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്, നിന്റെ അമ്മായിയമ്മ. ഐ ആം സന്താനവല്ലി BSc. അത് ഓർമ്മ വേണം. ഓ, ഒരു ചന്ദാനവല്ലി. എന്താ ഇത് നോൺസെൻസ്. ഓഫീസിലാണ് 100 കൂട്ടം പ്രോബ്ലംസാ. വീട്ടിലെങ്കിലും എനിക്ക് തലയ്ക്ക് വെളിവ് വന്നില്ല. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. നോയിക്കോ. നേരം വെളുത്തേന് ഒന്നും കഴിച്ചില്ല. വിശന്ന് വയറ് പൊരിയുന്നു. നീ ഇന്നൊന്നും കഴിച്ചില്ലേ? ആ തലയോട് ചോദിക്കും. ഇന്നിവിടെ ഒന്നും വെച്ചില്ലേ തള്ളേ? വെച്ചു. ആര് വെച്ചു? എങ്ങനെ വെച്ചോ? ഒന്നും വേണ്ടെന്ന് വെച്ചു. പച്ച കള്ള തള്ള വെച്ച് വേണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചു. എടീ, ഞാനോ? ഇവിടെ സെൽഫും ഇല്ല, അലമാരിയും ഇല്ല. എടാ, ഇവളാണ് പച്ച കള്ളം പറയുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ വേണ്ടേ? ഉള്ളതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് വയറുമുറിപ്പിച്ച് നടക്കുന്നു. പിന്നെ നിന്റെ തിരുവമ്പി കൊള്ളുന്ന വിളമ്പിത്തരാടി. എന്നെ എടിപൊടിന്ന് വിളിക്കരുത്. അയാൾ സന്താനവല്ലി BSc. അയ്യോ, തമ്പുരാട്ടിന്ന് വിളിക്കാം. മതിയോ? അയ്യോ അമ്മേ, തമ്പുരാട്ടിന്നോ രാജകുമാരിന്നോ എന്ത് വേണേലും വിളിച്ചോ. കൂടെ BSc എന്ന് ചേർത്താ മതി. അവക്ക് ഒരു പരാതിയുമില്ല. അല്ലേ സ്വന്തം? അവളുടെ ഒരു അഴിഞ്ഞാട്ടം കണ്ടില്ലേ? വലിയ BSc. മൈ ഗോഡ്, മിസ്റ്റർ സുന്ദരേശൻ, നിങ്ങളുടെ ഈ തള്ളുണ്ടല്ലോ, യാതൊരു കൾച്ചറും ഇല്ലാത്തവരാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് വേറെ ഹൗസ് കണ്ടുപിടിക്കണം. എന്റെ പൊന്ന് സന്തോഷം, ഞാൻ പറയുന്നതൊക്കെ ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എന്റെ അമ്മ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കും. വാ. എനിക്ക് വിശക്കുന്നു. അത്രേ ഉള്ളു. നിനക്ക് ഞാൻ തന്തൂരി ചിക്കൻ ഫ്രൈ, മട്ടൻ സൂപ്പ്, നാൻ ഇതെല്ലാം വാങ്ങിച്ചു തരാം. ആ തള്ള ഭദ്രവാളി അറിയരുത് കേട്ടോ. ഭാര്യയും ഭദ്രകാളിയായി പോയാൽ എന്ത് ചെയ്യും? ഭാര്യ ഒടുകാരിക്കാൻ പറ്റുമോ? മഹാഭാവി, അവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതിയടാ. പെറ്റ തള്ളയ്ക്ക് ഒന്നും വാങ്ങിച്ചു തരരുത് കേട്ടോ. പിന്നെയും തുടങ്ങിയോ? ചുമ്മാ അല്ല എന്റെ അച്ഛൻ കാശിക്ക് പോയത്. നിന്റെ തലവട്ട കണ്ടപ്പോഴേ പോയതാടാ. ഈ തള്ള ഗുണം പിടിക്കത്തില്ല. പെണ്ണിന്റെ വാക്ക് കേൾക്കരുത്, നീ പെരുവിളിയായി പോവും. അതല്ലേ അമ്മയോട് ചോദിക്കാതെ ഇറങ്ങി പോകുന്നേ. എന്റെ അച്ഛൻ ഭാഗ്യവ. ഈ കുന്ത്രാടത്തിന്റെ പിടിയിന്ന് രക്ഷ. മോള് വേഗം കിടന്നുറങ്ങാൻ നോക്കും. രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ മിനിമം ഉറക്കം വരുന്നില്ല. മമ്മിയും ഡാഡിയും കിടക്കാൻ പോവാ. കിടക്കുമോളെ? അതിങ്ങനെ ഡാഡിയുടെ പൊന്നുമോളല്ലേ? നല്ല മോളെ. ഉറങ്ങിക്കോ. നല്ല കുട്ടി. ഉറങ്ങിക്കോട്ടെ. ഡാഡി മമ്മിയെ തൊടണ്ട. മമ്മി എന്റെ മമ്മിയാ. ഓടെ മാത്രം മമ്മിയല്ല, ഡാഡിയുടെ മമ്മിയാ. അയ്യോ, ഡാഡിയുടെ മമ്മി മരിച്ചുപോയില്ലേ? ഡാഡി അത് മറന്നുപോയി മോളെ. മോൾക്ക് തണുക്കണുണ്ടോ? ഡാഡിക്ക് ഭയങ്കര തണുപ്പ്. എന്നെ ഡാഡി മോളെ കെട്ടിപ്പിടിച്ചോ? മമ്മിയെ മോള് കെട്ടിപ്പിടിച്ചോളാം. അപ്പൊ ആർക്കും തണുക്കില്ല അല്ലേ മമ്മി?